ഒരു മനുഷ്യ ശരീരത്തിൽ ഇത്രയും ചോരയുണ്ട്, ഏകദേശം 5 ലിറ്റർ. ഇതിലെത്ര ഗ്ലൂക്കോസാ നോർമൽ എന്നറിയാമോ? സാധാരണ നമ്മൾ ലാബിൽ പോയി ഒരു അല്പം മാത്രം രക്തത്തിലല്ലേ ഈ ഷുഗർ നമ്മൾ നോക്കാറ്. എന്നാൽ മുഴുവൻ ശരീരത്തിലെ രക്തത്തിൽ എത്രയാണ് നോർമൽ ഗ്ലൂക്കോസ് എന്നറിയാമോ? നമുക്ക് നോക്കാം. ഏത് സമയത്തും നമ്മുടെ ശരീരത്തിൽ കാണേണ്ട നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് 100 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിലാണ്. 100 മില്ലിഗ്രാം നമുക്കറിയാം ഏകദേശം ഇത്രയാണ്. എന്നാൽ ഡെസിലിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെസിലിറ്റർ എന്ന് പറയുന്നത് 1 ലിറ്ററിന്റെ 10-1, അതായത് 100 മില്ലി. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ 100 മില്ലി ചോരയിൽ 100 മില്ലിഗ്രാം ഗ്ലൂക്കോസ് നോർമലാണ്. 100 മില്ലിഗ്രാം ഗ്ലൂക്കോസ് 100 മില്ലി ചോര എന്ന് പറയുന്നത് തന്നെയാണ് 1000 മില്ലിഗ്രാം ഗ്ലൂക്കോസ് 1000 മില്ലി ലിറ്റർ ചോര എന്ന് പറയുന്നത്. 1000 മില്ലിഗ്രാം ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് 1 ഗ്രാമാണ്. 1000 മില്ലി ലിറ്റർ ചോര എന്ന് പറയുന്നത് 1 ലിറ്ററാണ്. അതായത് 1 ലിറ്റർ ചോരയിൽ 1 ഗ്രാം ഗ്ലൂക്കോസ് നോർമലാണ്. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ ചോരയുണ്ട്. അതായത് 1 ലിറ്ററിൽ 1 ഗ്രാം ആണെങ്കിൽ 5 ലിറ്ററിൽ 5 ഗ്രാമാണ് നോർമൽ എന്ന് പറയുന്നത്. 5 ഗ്രാം ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയുണ്ടാവും. ഇതൊരു ചായയിലിടാനുള്ള പഞ്ചസാരയേ ഉള്ളൂ. വെറും 2 ഗ്രാം ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ HbA1c എന്ന് പറയുന്നത് 7% ഒരു ശരാശരി മലയാളി ഓരോ ദിവസവും അകത്താക്കുന്നത് ഏകദേശം 1/2 കിലോ ഗ്ലൂക്കോസ് ആണ് പല രൂപത്തിൽ. എന്ന് കരുതി ആദ്യമേ അങ്ങ് പ്രമേഹ രോഗിയാകുന്നൊന്നുമില്ല. അതിന് കാരണം ഈ അധിക ഗ്ലൂക്കോസിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരം പല പണിയും ചെയ്യും. അതിനെയാണ് ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റേസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കാര്യക്ഷമത എന്ന് തീരുന്നു അന്ന് നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരിക്കും.